ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LNG. നമ്മളിന്ന് പഠിക്കുന്നതും മറ്റിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. ദറ്റ് ഈസ് കോൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കോണാണ്. സോളിഡ്സ് എന്ന ടാമത്തെ ചാപ്റ്ററിലെ കോണാണ്. ഇതിനാണ് നമ്മൾ കോണെന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു കാണാവോ? ഇതൊരു സെക്ടറാണ്. ഈ സെക്ടറിനെ എന്താണ് ഹാഫ് ദ സെമി സർക്കിളിൻ്റെ പകുതി. ഇതിനെ നമ്മൾ വളച്ച് നോക്കിക്കേ ഒരു കോൺ ഉണ്ടാക്കുന്നത്. കളർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് വ്യക്തമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് കർവ്ഡ് സർഫസ്. ഇത് നോക്കിക്കേ, ഡയമീറ്റർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതെന്തായിട്ട് റേഡിയസ് ആയിട്ടാണ് വരുന്നത്. റേഡിയസ് എന്തായിട്ട് വരും? ഇവിടെ നോക്കിക്കേ, ഇതാണ് റേഡിയസ്. റേഡിയസ് ഇവിടെയാണ് വരുന്നത്. നോക്കിക്കേ എന്തായിട്ട് വരുന്നത് നോക്കിക്കേ. അതിൻ്റെ ബേസ് ഇതാണ്ട്, ഇത് റേഡിയസ്. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കോൺ ആകുമ്പോൾ അതെന്തായിട്ട് വരുന്നുണ്ട്? എല്ലായിട്ട് വരുന്നുണ്ട് അല്ലേ? നോക്കിക്കേ, ഫിഗർ വരച്ചിട്ടുണ്ട്. ഇത് ബേസ് സർക്കുലർ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? കോണെന്ന് പറയുന്നത്. ഇതാണ്ട് മേളിൽ നിന്ന് ആ സർക്കുലർ ബേസിൻ്റെ സെൻറ്ററിൽ. അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ്ട് ബേസ് പൊള്ളയായിട്ടിരിക്കുകയാണ്. ഈ മോളിൽ നിന്ന് ഇവിടം വരെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഹൈറ്റിന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ റേഡിയസ്. ഇത് സ്ലാൻഡ് ഹൈറ്റ്. മനസ്സിലായോ? അപ്പോൾ അതാണ് പടത്തിൽ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈറ്റ്, റേഡിയസ്, സ്ലാൻഡ് ഹൈറ്റ്, ഇങ്ങനെയുള്ള ഫിഗറിനെയാണ് നമ്മൾ സോളിഡ്സ് ഓഫ് ദിസ് ടൈപ്പ് ഈസ് കോൾഡ് ആസ് കോൺ. ഇങ്ങനത്തെ തന്നെ നമ്മൾ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് റിലേഷനൊക്കെ ഉണ്ടാക്കാം. എന്താണ്? L² = h² + r². പിന്നെ കർവ്ഡ് സർഫസ് ഏരിയ. ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഞാൻ കാണിച്ചില്ലേ? ഇതാണ് കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ ഈ ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് സർക്കംഫറൻസ്. ഇതാണ് ബേസിൻ്റെ സർക്കംഫറൻസ്. കണ്ടേ, ഇതാണ് ലെങ്ത് ഓഫ് ദ ആർക്ക്. ഇതിന് നമ്മൾ കണ്ട ഇതിൻ്റെ സർക്കംഫറൻസ്, ബേസ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം കർവ്ഡ് സർഫസ് ഏരിയ ഞാൻ ഷോർട്ടായിട്ട് CSA എന്ന് എഴുതുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽസ് എന്താണ്? നമുക്ക് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് സർക്കംഫറൻസ്. ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് സർക്കംഫറൻസ്. സർക്കംഫറൻസ് 2πr എന്നില്ലേ? 2πrൻ്റെ പകുതി. അപ്പോൾ എത്ര? ഞാൻ ഒന്നുകൂടെ ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് സർക്കംഫറൻസ് 2πr. ഇത് കട്ട് ചെയ്തു പോകും. ഇൻറ്റു എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്. അന്നേരം നമുക്ക് πrl എന്ന് കിട്ടും. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ ഈസ് πrl. ഇനി വോളിയം ഓഫ് കോൺ എന്താണ്? കോണിൻ്റെ വോളിയം എന്താണ്? നേരത്തെ കണക്ക് തന്നെ. ഇതുപോലെ തിരിച്ചു വെച്ച് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ? ഇതിൻ്റെ അകത്ത് ഇത് പൊള്ളയാണ്. ഇവിടെ നോക്കിക്കേ, ഇത് പൊള്ളയാണ്. ഇതുണ്ട്, ഇത് പൊള്ളയാണ്. ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ, സിലിണ്ടറിനകത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ വോളിയം കിട്ടും. വോളിയം ഓഫ് കോൺ ഈസ് 1/3 ദ പ്രോഡക്റ്റ് ഓഫ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് പറയുമ്പം സർക്കുലർ അല്ലേ? πr². അപ്പോൾ വോളിയം ഓഫ് കോൺ ഈസ് 1/3 πr². ഇനി അടുത്തത് സ്പിയർ ആണ്. സ്പിയർ എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ല, 3 ഡയമെൻഷൻ ആണ്. നമുക്ക് ബോർഡിൽ വരയ്ക്കാൻ സാധ്യമല്ല. ഈ സ്പിയറിനെ പകുതിയാക്കി കഴിഞ്ഞാൽ ഹെമിസ്ഫിയർ എന്ന് പറയും. സ്പിയറിൻ്റെ പകുതി ഹെമിസ്ഫിയർ. അപ്പോൾ സ്പിയർ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്, ഉണ്ടായിട്ടിരിക്കുന്നുണ്ട്, മൊത്തം കർവ്ഡ്. അതിനൊരു ഫേസേ ഉള്ളൂ, കർവ്ഡ് ഫേസ്. അപ്പം സർഫസ് ഏരിയ സ്പിയർ ഈസ്, അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് റേഡിയസ് മൾട്ടിപ്ലൈഡ് ബൈ 4π. അപ്പം സർഫസ് ഏരിയ എന്ന് പറയുമ്പം സർഫസ് ഏരിയ ഈക്വൽസ് 4 × πr². 4πr² എന്ന് കിട്ടും. Surface area of a sphere is 4 pi r square.
ഇനി ഇത് ഹെമിസ്ഫിയർ ആകുമ്പോഴോ ഇതാ ഇങ്ങനെ വരും അല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പം ഇതൊരു ഫേസ് സർക്കുലർ ഫേസ്, ഇത് കർവ്ഡ്. അപ്പം പൈ ആർ സ്ക്വയർ, ഇത് 4 പൈ ആർ സ്ക്വയറിന്റെ പകുതി 2 പൈ ആർ സ്ക്വയർ. ഇത് എത്ര? അതും പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3 പൈ ആർ സ്ക്വയർ എന്ന് പറയും. 2 പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ ഈസ് 3 പൈ ആർ സ്ക്വയർ എന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ലെസണിലുള്ളത്. പിന്നെ കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഹെമിസ്ഫിയറിന്റെ പുറത്ത് ഒരു കോൺ എടുത്ത് വെച്ചുകൊണ്ട്, ഇതൊരു ടോയ് അല്ലേ, നമുക്കൊരു പമ്പരം കണക്ക് ഇരിക്കുന്നത്. ഇതിന്റെ ഏരിയ കാണാൻ ഒക്കെ ചോദിക്കും, ഏരിയ വോളിയം ഒക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എക്സാമിനേഷന് വരുന്നതായിരിക്കും. ഇതിപ്പം ക്യാപ്സൂൾ രൂപത്തിലാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. സോളിഡ്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ട് അറിയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല മുട്ടം പണി കിട്ടും. എങ്കിൽ എളുപ്പമാണ്, പ്രോബ്ലംസ് എല്ലാം എളുപ്പമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഇതിൻ്റെ അകത്ത് വേറൊരു റിലേഷൻ കൂടെ ഉണ്ട്. ഇത് അകത്ത് വരുന്ന ട്രയാങ്കിൾ അല്ലേ, ഇനി പുറത്ത് വരുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. എന്താണ് പുറത്ത് വരുന്നൊരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്? പുറത്ത് വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേസ് ഇല്ലേ, ഈ ഫേസിൽ ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലാറ്ററൽ എഡ്ജ് അല്ലേ, ഇതെന്ത് പറഞ്ഞാണ് ബേസിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ വരുന്നുണ്ട്, LE/A/2. അപ്പോൾ എന്ത് കിട്ടും? E² is equal to L² plus A/2 the whole square. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ വരുന്നുണ്ട്. നേരത്തെ ഒരു റിലേഷൻ പഠിച്ചു. ഈ റിലേഷനൊക്കെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അടുത്തത് കോണാണ്. Let me wind up. We'll continue in the next class.